ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഗ്യാബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 3 ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. അതിൽ 2 ഫ്ലവറിംഗ് പ്ലാന്റ് നല്ല സ്മെല്ല്, നല്ല സുഗന്ധം പരത്തുന്ന പ്ലാന്റ് ആണ്. ഇത് 3ഉം നമ്മൾ വീടുകളിൽ തയ്യാറാക്കിയ പ്ലാന്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം, വീടുകളിൽ തയ്യാറാക്കിയതെന്ന് പറയാൻ കാരണം, അങ്ങനെയുള്ള പ്ലാന്റ് ആകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല മണ്ണിലായിരിക്കും പിടിപ്പിച്ചേക്കുന്നത്, നല്ല കാലാവസ്ഥയിൽ അനുയോജ്യമായതായിരിക്കും. പുറമേ നിന്ന് വന്ന പ്ലാന്റ് ആണെങ്കിൽ അത് പശ മണ്ണായിരിക്കും, നെറ്റ് പോട്ട് ഉണ്ടാവും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതൊന്നുമില്ല, നല്ല മണ്ണിൽ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പിടിച്ചു കിട്ടിയ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാൻ കാരണം. 3 പ്ലാന്റ്സിൽ എന്ന് വെച്ചാൽ ഒന്ന് ഇതാണ് ശ്രീലങ്ക മുല്ല, പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ്, അത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റ്, പിന്നെ വാട്ടർ ജാസ്മിൻ. അങ്ങനെ ഈ 3 പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ പ്ലാന്റ്സ് കാണിച്ചു തരാം. ഇതാണ് ശ്രീലങ്ക മുല്ല. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. കൂടുതൽ സ്റ്റോക്ക് വന്നപ്പോൾ ഒന്നും കൂടി സെയിൽ വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഇതാണ് ശ്രീലങ്ക മുല്ല. ഇതിനെന്നും ഫ്ലവർ, മുറ്റത്ത് നമുക്ക് എന്നും ഒരു ഫ്ലവർ കാണണമെങ്കിൽ ശ്രീലങ്ക മുല്ല നട്ടാൽ മതി. എന്നും എന്നും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതിൽ പൂവില്ലാത്ത ദിവസമില്ല. പിന്നെ ഇതിന് പ്രത്യേകത ഉള്ളത്, ഇതിങ്ങനെ കോല് പോലെ ഇങ്ങനെ നീണ്ട് വലുതായി പോകുന്ന പ്ലാന്റ് ആണ്. പക്ഷെ നമ്മളപ്പോൾ അത് അങ്ങനെ അല്ലാതെ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിപ്പോ നോക്കിയേ, ഏതാണ്ട് ഒരു 5 ശിഖരം, 4 ശിഖരം, 4 അല്ല 5 എണ്ണം ഉണ്ട് ചെറുതൊക്കെ ആയിട്ട്. 5 ശിഖരം ഉണ്ടെന്ന് പറയാം. ആ 5 എണ്ണം 5ആയിട്ട് തന്നെ ഇങ്ങനെ പ്രൂൺ ചെയ്ത്, ഇവിടെ വെച്ചല്ല, ഈ 5ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും തിക്കായി അങ്ങനെ നമുക്ക് ബുഷിയാക്കി വളർത്തണം. അപ്പൊ നമുക്കിത് പ്രൂൺ ചെയ്യാൻ തോന്നൂല ഈ പ്ലാന്റ്. കാരണം എന്ന് വെച്ചാൽ എന്നും പൂവായിരിക്കും. അപ്പൊ ഈ പൂവുള്ള അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. എങ്കിലും ആ പൂവായിക്കോട്ടെ, പൂവുള്ള ഭാഗം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോഴാണ് കൂടുതൽ ബ്രാഞ്ച് വന്ന് പൂവായിട്ട് നിറച്ച് ബുഷിയായിട്ട് നിൽക്കും. പിന്നെ ഈ പൂവുള്ളത് കട്ട് ചെയ്ത് നമുക്ക് കുത്തിപ്പിടിപ്പിക്കാം. അന്നേരം ഇത് അങ്ങനെ കുത്തിപ്പിടിപ്പിക്കുന്ന ചെടി തന്നെയാണ്. നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് ഇത്രയുള്ള ഭാഗം കുത്തിപ്പിടിപ്പിച്ചാൽ മതി. അന്നേരം നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ അറ്റവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ഈ പൂവും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊരു ചെറിയ പോട്ടിൽ കുത്തിയാൽ മതി. ആദ്യം നമ്മൾ നടുമ്പോൾ ചെറിയ പോട്ടിൽ നടുക. വേര് പിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഇത്തിരി വലിയ പോട്ടിലോട്ട് നട്ട് അങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ശ്രീലങ്ക മുല്ല. ഇതിന് സ്മെല്ലൊന്നുമില്ല, പക്ഷേ വൈറ്റ് കളറിൽ നല്ല എന്നും നിറയെ പൂവ്. അപ്പോൾ ഇത് ബുഷിയാണെങ്കിൽ അതനുസരിച്ച് നിറച്ച് പൂക്കളായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പ്ലാന്റ്, ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 60 രൂപയ്ക്കാണ്. 60 റുപ്പീസിനാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള ശ്രീലങ്ക മുല്ല പ്ലാന്റ് വിൽക്കുന്നത്. എല്ലാ പ്ലാന്റും ഏതാണ്ട് ഈ വലിപ്പം തന്നെയാണ് കേട്ടോ. ഈ വലിപ്പത്തിൽ തന്നെ ഉള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ. സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ്, യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് കണ്ട, ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണേ. ഡാർക്ക് വയലറ്റ് ആയിരിക്കും. ഇന്നലെ നല്ല വയലറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറിലോട്ട് പോയി. നാളെ അത് വൈറ്റ് കളറാവും. ഇത് മിനിയാന്ന് വിരിഞ്ഞ പൂവാണ്. അപ്പം ഒരു പ്ലാന്റിൽ തന്നെ 3 കളർ ഫ്ലവർ ഉണ്ടാവും. ഫ്ലവർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും, ഒന്നിക്കുള്ളിൽ പൂവുണ്ടാകുമ്പോഴേക്കും ഒരു പ്ലാന്റിൽ തന്നെ 3 കളർ ഫ്ലവർ. ഇപ്പോഴത്തെ ഇതുണ്ട്, ഇതിപ്പോൾ വിരിയാനുള്ളതാണ്. ഇത് നാളെ വിരിയും. അപ്പോൾ നാളെ വയലറ്റ് കളറായിരിക്കും ഇതിൽ. അങ്ങനെ പിന്നെ നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് മുറ്റത്ത് നല്ല സ്മെല്ലായിരിക്കും ഈ ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും. ഇപ്പോഴും നല്ല സ്മെല്ലുണ്ട്. ഇത് നാടനാണ്. നാടൻ സൺഡേ മൺഡേ പ്ലാന്റ് ആണ്. നാടൻ പ്ലാന്റിന് കണ്ട, ഇത് കുറച്ച് പൂവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അടുത്ത പൂ ഉണ്ടാവുന്നത്. പതിയെ ഒത്തിരി നീണ്ടു പോകാനുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഒത്തിരി നീണ്ട് പൊക്കം വെച്ച് പോകുന്ന പ്ലാന്റ് ആണ് നാടൻ പ്ലാന്റ്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശിഖരങ്ങൾ വരുന്നതും പുതിയ പൂക്കൾ ഉണ്ടാവുന്നതും. ഈ പ്ലാന്റ് വിൽക്കുന്നത് 120 രൂപയ്ക്കാണ്. 120 റുപ്പീസിനാണ് സൺഡേ മൺഡേ പ്ലാന്റ് വിൽക്കുന്നത്. എല്ലാം തന്നെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 120 രൂപയ്ക്കാണ്. 120 റുപ്പീസിനാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ. വരുമ്പോൾ ഹൈബ്രിഡിൻ്റെ സെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഹൈബ്രിഡ് വെറൈറ്റി എന്ന് കാണിച്ചു തരാം. ഇതാണ് ഹൈബ്രിഡ് വെറൈറ്റി. അതിൻ്റെ ലീഫ് കണ്ട, ഇങ്ങനെ ഇത്തിരി ഇതിനേക്കാളും കരുത്തായിട്ടുള്ള ലീഫാണ്. കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറാണ്. പിന്നെ ഫ്ലവർ എല്ലാം സെയിം ഫ്ലവർ തന്നെയാണ്, പക്ഷെ സ്മെല്ലുണ്ടാവില്ല. ഹൈബ്രിഡ് വെറൈറ്റി പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ബുഷിയായിട്ടേ വളരുള്ളൂ. ഇതാകുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം.
രണ്ടിനും ഒരേ ഫ്ലവർ തന്നെയാണ്. സ്മെല്ല് ഉണ്ടാവില്ല, നാടൻ സ്മെല്ലുണ്ടാവും. ഇപ്പം നമുക്ക് സെയിലിനുള്ളത് നാടനാണ് കേട്ടോ. ഞാൻ ഹൈബ്രിഡ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതിൻ്റെ അധികം പ്ലാന്റ് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ സെയിൽ വിട് ചെയ്യാട്ടാ. പിന്നെ അടുത്തത് വാട്ടർ ജാസ്മിൻ. വാട്ടർ ജാസ്മിൻ പ്ലാന്റ് സാധാരണ ഇപ്പോൾ സൺഡേ മൺഡേ ഫ്ലവർ ഒക്കെ ഇങ്ങനെയുള്ള ഫ്ലവർ ഉണ്ട്. ശ്രീലങ്ക മുല്ല ഇങ്ങനെ ഫ്ലവർ, സൺഡേ മൺഡേ പ്ലാന്റിൻ്റെ ഇങ്ങോട്ടാണ് ഫ്ലവർ. പക്ഷേ വാട്ടർ ജാസ്മിൻ്റെ ഫ്ലവർ എപ്പോഴും കണ്ട ലീഫിന് താഴെ ഇരിക്കും. കണ്ട, ഇത് മിക്ക പ്ലാന്റും പൂവിട്ട് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. കണ്ട, ഇതെല്ലാം ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നിറച്ച് ശിഖരങ്ങളും കണ്ട വന്നേക്കുന്നത്. അത്യാവശ്യം കണ്ട മിക്കതിലും ഇവിടെയൊക്കെ പൂ വന്നുണ്ട്. എല്ലാത്തിലും മൊട്ടിട്ട് തുടങ്ങിയ പ്ലാന്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ. താഴേക്കാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുട്ടുകൾ വാട്ടർ ഡ്രോപ്സ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും വാട്ടർ ജാസ്മിൻ എന്ന് പറയുന്നത്. ഇതും നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിനും നല്ല സ്മെല്ലുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതും എപ്പോഴും ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഇതിലും മിക്കപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാകാറുണ്ട് വാട്ടർ ജാസ്മിന്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉള്ളതാണ്. നമ്മൾ ചട്ടിയിൽ വെച്ചേക്കണത്. ചട്ടിയിലും നിലത്തും വെക്കാം. ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെതായ വളർച്ച കുറച്ചും കൂടി നല്ല അധികം വലുതാക്കണം എന്നാണെങ്കിൽ നമുക്ക് താഴെ മണ്ണിലാട്ടാൽ കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആയിട്ട് പോകും. ചെറുതായിട്ട് വളർത്തിയാൽ മതി എന്നാണെങ്കിൽ നമ്മുടെ ചട്ടിയിൽ വെച്ചാൽ മതി. വാട്ടർ ജാസ്മിൻ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 120 രൂപയ്ക്ക്, 120 റുപ്പീസിനാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത്. എല്ലാ പ്ലാന്റും തന്നെ ഈ വലിപ്പമുണ്ട്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. പിന്നെ വാട്ടർ ജാസ്മിൻ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കളറ് ഇതിനിപ്പോ പൂ വിരിഞ്ഞിട്ടില്ല, മൊട്ടാണ്. വേണ്ട ഒരു ചന്ദന കളർ എന്ന് വേണമെങ്കിൽ പറയാം. അതാ മറ്റേ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റിനേക്കാൾ ലീഫ് ഉണ്ടാ, അതിനേക്കാളും ഇത്തിരി വലിയ ലീഫാണ്. ഫ്ലവർ അതുപോലെ തന്നെ താഴേക്ക് ഉണ്ടാ. കളറ് വൈറ്റ് അല്ല, ഒരു ചന്ദന കളറ്. വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞ മൊട്ടില്ല, ഒക്കെ മൊട്ടാണുള്ളത്. ഈ ഒരു കളറ്. അതിൻ്റെ പ്ലാന്റ് നമ്മൾക്ക് റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അത് വായി കഴിയുമ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ശ്രീലങ്ക മുല്ല, സൺഡേ മൺഡേ പ്ലാന്റ്, വാട്ടർ ജാസ്മിൻ, ഈ 3 ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റു രണ്ടും ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായിക്കഴിയുമ്പോൾ നമുക്ക് സെയിൽ വീഡിയോ ഇടുന്നതാണ്. ഇപ്പം ഇട്ടേക്കുന്ന ഈ ശ്രീലങ്ക മുല്ല, വാട്ടർ ജാസ്മിൻ, സൺഡേ മൺഡേ പ്ലാന്റ്, ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. നമ്മൾ DTC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.